ഹലോ. ഞാനാ. ഉറങ്ങിയായിരുന്നോ? ഇല്ല. ബാലയോ? അവൾ ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു അവള്? സിന്ധു ഇല്ലാത്ത കുറവ് എനിക്ക് തോന്നാതിരിക്കാനുള്ള ബദ്ധപ്പാടിലായിരുന്നു അവള്. ആണോ? പാവം. വിനേട്ടാ, പറയേണ്ട കാര്യമില്ല, എന്നാലും പറഞ്ഞു പോവാ. എന്താ? അവളെ ദേഷ്യം പിടിപ്പിക്കരുത് വിനേട്ടൻ, ഒന്നിനും. വിനേട്ടാ, ഫോണില് ഇനി എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നോട് എന്തെങ്കിലും പറയൂ വിനേട്ടൻ. എന്ത് പറയാൻ? എന്തെങ്കിലും. I love you, Sindhu. I love you so much. മതി, എനിക്കിത്രയും മതി. ഇന്ന് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ എനിക്കിത്രയും മതി. വെക്കാൻ ഞാൻ ഫോൺ. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ? ഞാന് ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വാങ്ങാം. ഇഡ്ഡലി, ദോശ, മസാല ദോശ, എന്താ വേണ്ടത്? അതല്ല, രാവിലെ കഴിക്കാഞ്ഞിട്ട് കായ്ക്കൊക്കെ ഒരു ഒരു 2 പെഗ്. അത് ശരി, അതിപ്പോ ഓഫീസിൽ പറ്റില്ലല്ലോ. വേണ്ട, ഞാൻ മറന്നു കഴിച്ചോളാം. 2 പെഗിന് എത്ര ആശാവും? 100 രൂപ ആയിക്കോട്ടെ, വണ്ടിക്ക് ലേശം പെട്രോൾ അടിക്കണം. സാർ, ഞാനിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, വരുമാനമൊന്നും ആയിട്ടില്ല. ഇല്ല, ഇനി ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഉണ്ടെങ്കിൽ തരാൻ ബുദ്ധിമുട്ടായിട്ടല്ല, സാറിന് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് എന്റെ മനസ്സ് വിഷമിക്കും, അതുകൊണ്ടാ. ഇത്തവണ എന്നെ ഉപേക്ഷിക്കരുത്. താങ്ക് യു. സാർ എന്നോട് താങ്ക്സ് പറയരുത്, സാറിന്റെ ചോറാണ് ഈ ശരീരം. എനിക്ക് ഒരു ഉപകാരം കൂടെ ചെയ്യോ? ഇനി കാശ് മാത്രം ചോദിക്കരുത്. കാശല്ല, തന്റെ ഈ ബിസിനസ്സിൽ എന്നെ കൂടെ ചേർക്കാവോ? അയ്യോ സാർ, അത് വേറൊന്നും വേണ്ട, ഒരു ജോലി പോലെ മതി. വേറൊരിടത്ത് ചെന്ന് ജോലി ചോദിക്കാനുള്ള വിഷമം കൊണ്ടാ പലരും തരാൻ മടിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇവിടെ ആവുമ്പോ തനിക്ക് എന്നെ അറിയാം, എനിക്ക് തന്നെ അറിയാം. ആ ഒരു റെസ്പെക്ട് താൻ എനിക്ക് തരുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. സാർ, അത് തന്നെ എന്റെയും പ്രശ്നം. സാർ ഇവിടെ ഒരു ജോലിക്ക് വരികയെന്ന് വെച്ചാൽ എനിക്കത് വയ്യ സാർ. സാറിന് മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നതിനെ വിറച്ചിട്ടാ. സാരല്ല, വേണ്ട. എന്തേലും ഒരു തൊഴിൽ ചെയ്തിരുന്നെങ്കിൽ നിമ്മയ്ക്ക് സന്തോഷമാവുമായിരുന്നു. ചേച്ചി എന്ത് ചെയ്യുന്നു സാർ? സുഖമായിരിക്കണോ? ഞാൻ പറഞ്ഞു തന്റെ കാര്യം, അവൾക്ക് ഇഷ്ടായി തന്റെ ഈ ഉയർച്ച. താൻ എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ? വരാം സാർ, ഒഴിവ് കിട്ടണ്ടേ? ചേച്ചിയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. വരൂ, തനിക്ക് എപ്പോ വേണേലും വരാലോ അവിടെ. വൈകാതെ വരാം. ഞാൻ സാറിന്റെ ഒരു കമ്പനി ചോദിക്കാൻ വന്നതാ. ഒന്ന് സേലം വരെ പോണം, ഒരാളെ കാണാനാ. സാർ എനിക്കൊരു കമ്പനി തരണം. ഇപ്പോഴോ? ഇപ്പൊ ഞാനില്ല, നിമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിനെന്താ, ഇവിടെ അടുത്തടുത്ത് വീടുള്ളതല്ലേ. നമുക്ക് സാറിന് കാർ കൊണ്ട് പോന്നേ, പെട്രോളൊക്കെ ഞാൻ അടിച്ചോളാം. സാർ എനിക്കൊരു കൂട്ട് വന്നാൽ മതി. ഞാനില്ല സുധാകര, അത്ര ദൂരം ഒന്നും ഓടിക്കാൻ എനിക്ക് വയ്യ. നിമ്മി സമ്മതിക്കില്ല. നമുക്ക് കുറേശ്ശെ അടിച്ചടിച്ച് വർത്താനം പറഞ്ഞ് പാട്ടും പാടി പോവാന്നേ. അതിന് സാധനം ഉണ്ടോ? ഫോറിനാ? എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മല മറിക്കുന്ന പണി? മല മറിക്കാൻ എത്രയും പ്രയാസമല്ലേ? തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്ന വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. ഇതെന്തോന്നാടാ അപ്പനെ? എന്നാ നേരെ വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. നീ എന്നെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടിച്ചളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടുണ്ണി, അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. എനിക്കിപ്പോ ആരാണ് ഊണെന്താ റെഡിയാത്തതെന്ന്? രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? എനിക്ക് ചൂടാക്കിയില്ലല്ലോ, പച്ചവെള്ളത്തിലാണല്ലോ കുളിച്ചത്. വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ? എന്നിട്ട് അതും ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്? കഴുകി വെച്ച അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് എന്ന് പറഞ്ഞാൽ മതി. തന്തയോട് തന്നെ പറയുന്നു. ഒരു മണിക്കൂർ വേറെ ഒരു ജോലിയും പറയാതിരുന്ന ചോറുണ്ടാക്കി തരാം. എനിക്ക് വേണ്ട. പ്രശ്നം കുഞ്ഞിനാ ഡോക്ടറെ. അതിന് കുട്ടിക്ക് എന്ത് പറ്റി? അവനെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. വാ തുറന്ന വൃത്തികേട് മാത്രമേ പറയുള്ളൂ ഡോക്ടറെ. വൃത്തികേടെന്ന് ഉദ്ദേശിച്ച് തെറി, തെമ്മാടിത്തരം, തല്ലുള്ളിത്തരം, ഇതൊക്കെ മാത്രമേ പറയാറുള്ളൂ. എവിടെ ചെന്നാലും ഞങ്ങളെ രണ്ടുപേരും നാണം കെടുത്തും. അത് കാരണം ചേട്ടൻ ഇപ്പൊ പുറത്തോട്ട് പോയാൽ സംസാരിക്കാറ് പോലും ഇല്ല. അതോ മോൻ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് അച്ഛനെ. ഇതെവിടെ നിന്നാണ് ആദ്യം ഈ ചെറുക്കൻ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി തുടങ്ങിയത്? സാറേ,
ഈ നാറിനോട് ഞാനത് ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് നീ എനിക്ക് ഈ വൃത്തികെട്ട ഭാഷകൾ കിട്ടണെന്ന് ചോദിച്ചപ്പോ ഈ നായിന്റെ മോന് ഈ നിമിഷം വരെ വേണ്ടിയിട്ടില്ല. ഈ തെണ്ടിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചവിട്ടിക്കൂട്ടി ഇവരെടുത്ത് ദൂരെ കളയണ്ടേ? അത്രയ്ക്ക് ചെറ്റത്തരല്ലേ ഇവർ പറയണത്? സാറ് ആലോചിച്ച് നോക്ക്, ഞാനൊരു മനുഷ്യനല്ലേ? ഇവൻ എവിടത്തെ കിട്ടുന്നു ഇത്തരം തെണ്ടിത്തരങ്ങൾ? പറ മാറി. അങ്കിൾ ആണ്ടി എല്ലാരും വരൂ. എന്നെ വിളിച്ചോ അങ്കിൾ? ഒന്നുകൂടെ വിളി, ഒന്നുകൂടെ വിളിക്കൂ. ആന്റിയെ കൂടെ വിളിക്കൂ. എന്താ കുഞ്ഞ് വിശേഷിച്ച്? അങ്കിൾ ആന്റിയെ കൂടെ ഒന്ന് വിളിക്കണം, പറയാം. തങ്കം തങ്കം നമ്മളോട് എന്തോ പറയാനുണ്ടെന്ന്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഇന്റീരിയർ ഡെമോക്രേഷൻസ് അതിവിടെ സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വിദ്യാഭ്യാസം നേടി വന്ന KT നായരുടെ മകൻ ഞാനാണ്. അത്രേ ഉള്ളൂ, നേരത്തെ അറിയാല്ലേ? പക്ഷേ അഭിനയിക്കാൻ വന്ന എന്റെ ഡ്രൈവർ അഭിനയം മറന്ന് ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനെ നീട്ടിക്കൂടാ. പ്ലീസ് ഡോണ്ട് ലെങ്തൻ ഇറ്റ്. ഞാൻ തുറന്നു പറയാൻ ഐ എം ഫ്രാങ്ക്ലി സ്പീക്ക്. അവൾ എന്റെയും ശോഭയുടെയും വിവാഹം നാളെ തന്നെ നടത്തണം. നാളെ എന്റെ അച്ഛനും അമ്മയും പോലും ഇത് അറിയരുത്. എല്ലാവരെയും നമുക്കൊന്ന് അമ്പരപ്പിക്കണം. അയ്യോ, അത് കഷ്ടമല്ലേ? അതെ, കഷ്ടമാണ്. പക്ഷേ ഈ വിവാഹം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഇതറിയാൻ പാടില്ല. നമുക്ക് രഹസ്യമായി രജിസ്റ്റർ ചെയ്യാം. ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇത് പൊങ്ങച്ചമല്ല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാണ്, ആത്മവിശ്വാസമാ. പൊങ്ങച്ചം പറയുന്നത് നീയാ. 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ നീ എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. ജോർജ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ ആഴ്ച ഷോപ്പിങ്ങിന് പോവാണെന്ന്. ആകെപ്പാടെ വർഷത്തിൽ 1-2 തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറയുന്ന വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇളിക്കാൻ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് നീ ഒരു തുണിയില്ലാതെ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ. രാജപ്പനെ കാണാനാണെങ്കിൽ അയാൾ ശീർഷാസനത്തിലാണ്. ഞാൻ ഉദയഭാനു, രാജപ്പന്റെ സുഹൃത്താണ്. ഞാൻ പച്ചാളം ഭാസി, രാജപ്പനെ നവരസങ്ങൾ പഠിപ്പിക്കുകയാണ്. ശീർഷാസനം കഴിയട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ശീർഷാസനം കഴിഞ്ഞാൽ ഉടൻ പത്മാസനമാണ്. അത് കഴിഞ്ഞാൽ കുക്കുടാസനം, പിന്നെ സർവാംഗാസനം, പിന്നെ മയൂരാസനം. എല്ലാം കഴിഞ്ഞാൽ ശവാസനമാണ്. പിന്നീടാണ് നവരസങ്ങളിലേക്ക് കടക്കുക. കഠിനമായ പഠനമാണത്. വിശദീകരിക്കാം. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പാഠമധികം സമയം തുച്ഛം. പതഞ്ജലി, ഭരതമുനി, പോയിക്കൊള്ളൂ.